ഓപ്പറേഷൻ സിന്ദൂറിന്റെ തിരിച്ചടിയിൽ ദുർബലരായ പാകിസ്ഥാന്റെ സൈനിക ശക്തി വീണ്ടെടുക്കാനുള്ള ശ്രമം ഇപ്പോൾ നടന്നു വരികയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പാകിസ്ഥാൻ മിസൈൽ ആക്രമണശേഷി കൂട്ടുന്നതിനായി തന്നെ പുതിയ സൈനിക വിഭാഗം രൂപീകരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നടന്ന പാകിസ്ഥാൻ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി, അതായത് സ്വാതന്ത്ര്യ ദിനം നടക്കുന്നതിന്റെ ആ ദിവസത്തിന്റെ തലേ ദിവസം നടന്ന ഒരു ചടങ്ങിൽ ഇക്കാര്യങ്ങൾ പ്രധാനമന്ത്രി പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. അതായത് ഷഹബാസ് ഷെരീഫ് ചില കാര്യങ്ങൾ ഇതിലൂടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൃത്യം സ്വാതന്ത്ര്യ ദിവസത്തിന്റെ തലേന്ന് തന്നെ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുന്നതിന് പിന്നിൽ ഇന്ത്യയെ ലക്ഷ്യം വെച്ച് തന്നെയാകാമെന്ന വിലയിരുത്തലും പുറത്തുവരുന്നുണ്ട്. ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ റോക്കറ്റ് ഫോഴ്സിന്റെ മാതൃകയിൽ തന്നെ മിസൈലുകൾക്കും റോക്കറ്റുകൾക്കുമായി ഒരു പ്രത്യേക കമാൻഡ് രൂപീകരിക്കാനാണ് പാകിസ്ഥാൻ ശ്രമം നടത്തിവരുന്നത്. മെയ് മാസത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ വ്യോമാക്രമണത്തിനായിരുന്നു മുൻതൂക്കം നൽകിയിരുന്നത്. ഇരുപക്ഷവും ഡ്രോണുകളും മിസൈലുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശക്തമായ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും നടത്തി. പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത PL-15, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ബ്രഹ്മോസ് ആകാശ സംവിധാനങ്ങൾ, റഷ്യൻ S-400 എന്നിവയെല്ലാം തന്നെ ഈ സംഘർഷത്തിൽ ഉപയോഗിക്കപ്പെട്ടിരുന്നു. എന്നാൽ പാകിസ്ഥാന്റെ മിസൈലുകൾ ഇന്ത്യ നിർവീര്യമാക്കിയത് അവർക്ക് വൻതോതിൽ വലിയ തിരിച്ചടിയാണ് നൽകിയത്. എന്നാൽ ഈ ഒരു തിരിച്ചടിയെ മറികടക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഫലമായി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സൈനിക വിഭാഗം രൂപീകരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയുമായുള്ള സൈനിക ഏറ്റുമുട്ടലിന്റെ സ്മരണയ്ക്കായി തന്നെ ഇസ്ലാമാബാദിൽ നടന്ന ചടങ്ങിൽ പാകിസ്ഥാൻ സ്വാതന്ത്ര്യ ദിനത്തിന്റെ തലേന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ് ആർമി റോക്കറ്റ് ഫോഴ്സ് രൂപീകരിക്കുന്നതായി പ്രഖ്യാപിച്ചതുകൊണ്ട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ പോരാട്ടശേഷി ശക്തിപ്പെടുത്തുന്നതിനാൽ റോക്കറ്റ് ഫോഴ്സ് ഒരു വലിയ നാഴികക്കല്ലാകുമെന്നാണ് ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് തന്നെ അവകാശപ്പെടുന്നത്. ചൈനയുടെ മാതൃകയിലുള്ള പാകിസ്ഥാന്റെ പുതിയ മിസൈൽ കമാൻഡ് ഇന്ത്യയെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. മുൻപ് സെക്കൻഡ് ആർട്ടിലറി കോർപ്സ് എന്നറിയപ്പെട്ടിരുന്ന ചൈനയുടെ തന്ത്രപ്രധാനമായ മിസൈൽ സേനയാണ്. പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ 4ാമത്തെ കമാൻഡറായ ആണവ പരമ്പരാഗത വിഭാഗങ്ങൾക്കുള്ള ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ ഉൾപ്പെടെ തന്നെ കരയിൽ നിന്ന് വിക്ഷേപിക്കാനാകുന്ന ചൈനയുടെ മിസൈലുകൾ ഇവർ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ ഫലപ്രദമാണ് എന്ന് തെളിയിക്കപ്പെട്ടിരുന്നു. വെടിനിർത്തലിന് തലേ ദിവസം രാത്രി ഹരിയാനയിലെ സിർസയ്ക്ക് മുകളിൽ വെച്ച് തന്നെ പാകിസ്ഥാന്റെ ഫത്ത-1 മിസൈൽ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. അതേസമയം ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് ശക്തമായ ആക്രമണം നടത്തുകയും അതീവ പ്രാധാന്യമുള്ളതും തന്ത്രപ്രധാനവുമായ ഒട്ടേറെ ലക്ഷ്യങ്ങളെ തകർക്കുകയും ചെയ്തു. പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ നൂർഖാൻ വ്യോമതാവളം, പ്രധാന വാർത്താവിനിമയ കേന്ദ്രങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടെ തന്നെ ഇതിൽ ഉൾപ്പെട്ടിരുന്നവയാണ്. ഇതെല്ലാം തന്നെ നിഷ്പ്രയാസം പാകിസ്ഥാന്റെ മിസൈലുകളെ വളരെ നിഷ്പ്രയാസം തന്നെ ഇന്ത്യൻ സൈന്യം തകർത്ത് തരിപ്പണമാക്കുകയാണ് ഉണ്ടായത്. ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ പുതിയൊരു പ്രഖ്യാപനവുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെ രംഗത്ത് വരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.